എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഈ ഒരു ചെറിയ പ്രദർശനത്തിന് ബുദ്ധിമുട്ടി വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ, വൈലോപ്പള്ളി ലളിതകലാ അക്കാദമി എന്ന ഈ വിശ്വപ്രസിദ്ധമായ സ്ഥാപനത്തിൽ ദത്തൻ സാറിനെ പോലുള്ള വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിച്ചെടുത്ത് എനിക്കും ഒരിടം വരും, എനിക്കും ഒരു ദിവസം വരും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആദ്യമായിട്ട് പറയട്ടെ, ഒരു ചിത്ര പ്രദർശനത്തിനുള്ള സ്റ്റാൻഡേർഡോ കാലിബറോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഇത് മെയിനായിട്ട് സെൻറ്റാങ്കിൾ എന്നൊരു ആർട്ടാണ്, അതായത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെൻ കൊണ്ട് വരയ്ക്കുന്നത്. ഇതിനൊരു മെഡിറ്റേറ്റീവ് ഡ്രോയിങ് എന്നാണ് എൻ്റെ പേര് തന്നെ, അതായത് യോഗ ഫോർ ബ്രെയിൻ. അതായത് ഇൻട്രിക്കേറ്റ് ഡിസൈനും പാറ്റേണും ടാങ്കിൾസും കൊണ്ട് നമ്മളൊരു ഇമേജിനെ ഫില്ല് ചെയ്യുന്ന ഒരു ആർട്ടാണിത്. ഇത് എത്രത്തോളം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ഇന്ന് ഏകദേശം 85 പെയിൻറ്റിങ്സ് ഉണ്ട്. ഇന്നൊരു ചിത്രപ്രദർശനം നടത്താമെന്ന് വിചാരിച്ചതാണ്. ആദ്യമായിട്ട് പറയട്ടെ, എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങളും കുറച്ച് ആൾക്കാരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. അത് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് എനിക്കൊരു ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ട്, ബ്ലെഫറോസ്പാസം എന്നാണ് എൻ്റെ പേര്. അതായത് ക്ലോഷർ ഓഫ് ഐലിഡ്സ്, കണ്ണ് അടഞ്ഞു പോവുക. ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നില്ല എൻ്റെ കണ്ണ് അടയുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണ് അടഞ്ഞു പോകുന്നു, തുറക്കാൻ പറ്റുന്നില്ല. എന്ത് സാധനമായാലും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ വില അറിയുന്നത്. ഞാൻ ഇന്നുവരെ വിചാരിച്ചിരുന്നില്ല. ഇതുവരെ നമ്മൾ രാവിലെ എണീക്കും, രാത്രി ഉറങ്ങാൻ പോവും, അതുവരെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രത്തിനെ പറ്റി ആലോചിക്കുന്നേ ഇല്ല. പക്ഷെ ഒരു മിനിറ്റ് ആ ബ്രത്തൊന്ന് നിന്ന് പോയാൽ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലാണ് ഇത്. ഇന്നിപ്പം കണ്ണൊന്ന് 2 മിനിറ്റ് അല്ല പോട്ടെ 2 സെക്കൻഡ് തുറന്ന് എനിക്ക് ഈ ലോകത്തുള്ള പൂക്കളും മരങ്ങളും പിന്നെ നിങ്ങളുടെയൊക്കെ മുഖങ്ങളും ഒക്കെ ഒന്ന് കാണണം. നിങ്ങളോടൊക്കെ എനിക്കൊരു 2 വർത്തമാനം പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു കോടിക്കണക്കിന് രൂപയുള്ള ലോട്ട് തന്നാലും എനിക്കിന്ന് അത് വേണ്ട. എനിക്ക് കണ്ണ് തുറന്ന് നിങ്ങളോട് 2 വർത്തമാനം പറയണം എന്നാണ്. 2 വർത്തമാനം പറയണമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ കാണുമ്പോൾ ഹായ് പറയണം, നിങ്ങൾ പോകുമ്പോൾ ബായ് പറയണം, അത്രയേ ഉള്ളൂ എനിക്ക്. അതാണ് എൻ്റെ ഈ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ സർപ്രൈസിംഗ്ലി ഇത് എനിക്ക് വരയ്ക്കുമ്പോഴില്ല. വരയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ 2 കണ്ണും നല്ല മത്തങ്ങ പോലെ തുറന്നിരിക്കും, അടയത്തേയില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ വരച്ച് പക്ഷെ ഒരു മനുഷ്യന് എത്ര നാൾ വരയ്ക്കാൻ പറ്റും? വെള്ളമൊക്കെ കുടിക്കണ്ടേ? അതിനായിട്ട് എണീക്കുമ്പം
The moment I put down the pen or brush, the spasm will start coming. പിന്നെ ഈ രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് അടയാൻ തുടങ്ങിയാൽ ലെഫ്റ്റും റൈറ്റും തുറക്കത്തേയില്ല. പിന്നെ ഞാനും അതും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ ജയിക്കും, ഞാൻ തോക്കും. അങ്ങനെ വളരെ വിഷമിച്ചിരുന്ന അവസരത്തിലാണ് ദത്തൻ സാറിൻ്റെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ചേരുന്നതും. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റുമാണ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മുടെ ക്യാൻവാസ്, നമ്മുടെ ചായം, നമ്മുടെ മനസ്സ്, നമുക്ക് എന്തും വരയ്ക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അതുവരെ ഞാൻ ഈ വരകളെയെല്ലാം കുത്തിവരകൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായി, എൻ്റെ കുത്തിവരകൾ. പക്ഷെ സാറ് പറഞ്ഞു, ഇതൊന്നും കുത്തിവരകളല്ല, വരകളാണ്, അതിന് അർത്ഥവും വ്യാപ്തിയും ഭംഗിയും ഉണ്ടെന്ന് സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഇമോഷണലാവും. അങ്ങനെ ദത്തൻ സാറിൻ്റെ കൂടെ ചേർന്നാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു എന്താ പറയുക വിജയം. ദത്തൻ സാറിൻ്റെ ക്ലാസ്സിൽ ചെന്നപ്പോഴും അവിടെ ഉള്ളവരൊക്കെ 30-40 വർഷം പഠിച്ചവരും ഒക്കെയാണ്. അവരുടെ അവിടെ നിൽക്കുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ അവർ എന്നെ 2 കൈ കൊണ്ട് സ്വീകരിച്ചു. അവർ എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നു. അതും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്തത് പറയേണ്ടത്, എനിക്ക് 9 വർഷമായി അസുഖം തുടങ്ങിയിട്ട്. 9 വർഷമായിട്ട് എൻ്റെ ടെൻഷനും എൻ്റെ മൂഡ് സ്വിങ്സും എൻ്റെ നെഗറ്റിവിറ്റിയും എൻ്റെ ബിറ്റർനെസ്സും എൻ്റെ വഴക്കും എല്ലാം സഹിച്ച മൈ പാർട്ട്ണർ ഇൻ ക്രൈം ആൻഡ് റൈം, ആരെന്നറിയാമല്ലോ, രാജീവ്. അദ്ദേഹത്തിന് ഞാൻ എന്ത് വരച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അദ്ദേഹത്തിന് എന്ത് വരച്ചാലും മതി. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇതൊരു എക്സ്പെൻസീവ് ഹോബിയാണ്, വെരി എക്സ്പെൻസീവ്. അപ്പം ഒരിക്കൽ പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല ഞാനിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഇതൊക്കെ സ്പെൻഡ് ചെയ്തെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം ചോദിച്ചിട്ടില്ല. അങ്ങനെ പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്തായി വളരെയധികം ദുഃഖിതനാണ്. എന്താണെന്നറിയില്ല, ഒരു ഭീതി അദ്ദേഹത്തിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, രാത്രി അദ്ദേഹം പേടിക്കുന്നത് ഒരു ചുറ്റിക എടുത്ത് ഒരാണി എടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിലടിച്ച് എൻ്റെ ചിത്രം തൂക്കിയെങ്കിലും, അതായത് എൻ്റെ വീട്ടിൽ ചിത്രം തൂക്കാൻ ഇനി സ്ഥലമില്ല, എല്ലാം തൂക്കിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് അതാണ് പേടി. അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത്, മൈ പാർട്ട്ണർ ഇൻ ക്രൈം ആൻഡ് റൈം, രാജീവ്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അദ്ദേഹത്തിന് ഞാൻ എന്ത് വരച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ്, വലിയ ഉദാത്തമാണെന്നൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. പിന്നെ ഇതറിയാലോ, ഇതൊരു എക്സ്പെൻസീവ് ഹോബിയാണ്, നല്ല എക്സ്പെൻസാണ് ഇതിനെല്ലാത്തിനും. എത്ര ചിലവ് മേടിച്ചാലും അദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് പറയില്ല എന്തിനാ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ മേടിച്ചെന്ന് ചോദിക്കാറില്ല. പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്തെ ഒരു ഭീതിയിലാണ്, ഒരു ഭയം അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ രാത്രിയാകുമ്പം ഉറക്കം വരുന്നില്ല അദ്ദേഹത്തിന്. ഞാൻ എണീറ്റ് ഒരു ചുറ്റിക എടുത്ത് എൻ്റെ തലയിൽ റാണി അടിച്ച് എൻ്റെ ഒരു ചിത്രം തൂക്കിയാലും എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ചിത്രം തൂക്കാൻ സ്ഥലമില്ല. ഞാൻ വരച്ച് വീണ്ടും വീട്ടിൽ ഇനി സ്ഥലമില്ല. അങ്ങനത്തെ ഭീതിയിലാണ് അദ്ദേഹം ഉള്ളത്. പിന്നെ എനിക്ക് 2 ആൺമക്കളാണ്, സിദ്ധാർത്ഥൻ, സന്ദീപ്. എല്ലാവരും പറയും ബോയ്സ് ആർ വെരി ക്ലോസ് ടു മദേഴ്സ്. പെമ്മക്കളുള്ളവർ സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടാണ്. ഇപ്പം ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഇവരെ വിളിച്ച് പറയും. സിദ്ധാർത്ഥാണ് എൻ്റെ മെൻറ്റർ. കഴിഞ്ഞ 9 വർഷമായിട്ട് അവൻ എന്നെ നന്നാക്കാൻ നോക്കുകയാണ്, പറ്റുന്നില്ല ഇതുവരെ. അവൻ ചിലപ്പം ഞാൻ രാത്രി 12 മണി 1 മണിക്കൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, എൻ്റെ വെപ്രാളം കയറുമ്പോൾ. അപ്പോൾ അവൻ ചോദിക്കും എന്താണ് എന്ന് ചോദിക്കുമ്പോഴേ എൻ്റെ പകുതി വിഷമം പോകും. അങ്ങനെയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ, ആർട്ട് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ്, ഇറ്റ്സ് സബ്ജക്റ്റീവ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറൊരാൾക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് അവൻ പറഞ്ഞു. എൻ്റെ 2ാമത്തെ മകൻ സന്ദീപ്, അവന് വരാൻ പറ്റിയില്ല, 2 കൊച്ചു കുട്ടികളാണ്. അവനെ ഞാനിതിങ്ങനെ വിളിക്കും. ഒരു ദിവസം ഈയിടെ ഞാൻ ദത്തൻ സാറിൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഒരു സെലിബ്രിറ്റിയുടെ, ഒരു ചിത്രകാരൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ പറ്റും. ഞാൻ വീട്ടിൽ ഓടിച്ചെന്ന് എൻ്റെ മോനെ വിളിച്ചു. രാത്രി വിളിച്ചപ്പം അവനുണർന്ന് എനിക്ക് കുഴപ്പം. ഞാൻ പറഞ്ഞു, മോനെ ഞാനിങ്ങനെ പോയി, അപ്പുറത്തൊന്നും അനക്കമൊന്നുമില്ല. രാത്രി 1 മണി മറ്റാണ്.
അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇവനിങ്ങനെ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത്. അവൻ പറഞ്ഞ ഇമ്പാക്റ്റ് അത്ര എത്തിക്കാണത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഇമാജിൻ, നീല ഉടുപ്പിട്ട് മെസ്സി നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ പറമ്പിൽ നിന്ന് നിന്നുമായിട്ട് കളിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ മെസ്സിയോ എവിടെയെന്ന് പറഞ്ഞ് അവൻ ചാടി എണീച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ദത്തൻ സാറാണ് എൻ്റെ മെസ്സി. എൻ്റെ മാത്രമല്ല, ചിത്രകലയുടെ മെസ്സിയാണ് ദത്തൻ സാർ. അദ്ദേഹത്തിനോട് ഇന്നൊരു നീല ഉടുപ്പിട്ട് വരാൻ പറയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ അതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം. പിന്നെ എന്നെ ഈ 9 ഇയേഴ്സ് ഓഫ് മൈ ജേർണിയിൽ എന്നെ സഹായിച്ചത് എൻ്റെ അമ്മയും അച്ഛനും ഇല്ല എനിക്കിപ്പം. എൻ്റെ ചേച്ചിയാണ് ഉമ്മ. ഒരു ട്രാജഡി ക്യൂനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഉമ്മയെ പറ്റി. ഭയങ്കര പോസിറ്റീവാണ്. നമ്മളെന്തെങ്കിലും വലിയ സങ്കടത്തിൽ വല്ലതൊക്കെ വിളിച്ച് ചോദിച്ചാൽ ചേച്ചി എല്ലാം കേട്ടു. അപ്പം നീ ഇന്നെന്താ കൂട്ടാൻ വെച്ചത് എന്നാ നീ ചേച്ചിയോട്. പിന്നെ ചേച്ചിക്ക് 2 മക്കൾ, ഹരീഷും ഗായത്രിയും. അവരാണ് എൻ്റെ ആക്ച്വൽ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഗായത്രിയൊക്കെ ആയിട്ട് ഞാൻ ദിവസം സംസാരിക്കും. എന്ന് സംസാരിച്ചാലും നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇങ്ങേറ്റം തൊട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എൻ്റെ ഇൻലോസ്, അത് ലയ ചേച്ചി, ഗീത ചേച്ചി, രമേഷ്, മീന. ഞാൻ ഈ പേര് പറഞ്ഞു വെച്ചാൽ ഇത് മോറലെസ് ലൈക്ക് എ ഫാമിലി മീറ്റ്. ഈ പ്രസിദ്ധമായ ലളിതകലാ അക്കാഡമിയിൽ ഇങ്ങനെ ഒരു ഫാമിലി മീറ്റ് നടന്നിട്ടുണ്ടോ? ഇതുപോലെ ബാലിശമായ ഒരു പ്രസംഗം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം വലിയ ചിത്രകാരന്മാരുടെയും പ്രഭാഷകന്മാരുടെയൊക്കെ സ്പീച്ച് ആയിരിക്കുമല്ലോ. അപ്പം എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ മനസ്സിലുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പുറത്തെ അമ്മച്ചിയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇസ്രായേലിൻ്റെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഗായത്രിയും ഹരീഷുമാണ് അവരെൻ്റെ സ്ട്രെസ് ബസ്റ്റേഴ്സ്. പിന്നെ ഇൻലോസ് അവരും ഒക്കെയാണ്. അങ്ങനെ ഈ അവസരത്തിൽ എനിക്കിതിനൊരു ഭാഗ്യം സന്ധിച്ചതിന്, നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എന്നെ ബോറടിപ്പിച്ചതിന് ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളോടൊക്കെ നന്ദി പറയുന്നു. മാത്രമല്ല, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്, ദത്തൻ സാറിന് ഞാൻ പണ്ടൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അടുത്ത് പോകാൻ പോലും പേടിയായിരുന്നു. ഈ ആര്യനിവാസിലൊക്കെ വെച്ച് ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ മോഹൻലാലിനെയൊക്കെ നോക്കുന്ന പോലെയായിരുന്നു ഞാൻ സാറിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അടുത്ത് കണ്ടപ്പോഴാണ് സാറിനെ പോലെ ഇത്ര സിമ്പിളായിട്ടൊരു മനുഷ്യൻ ഉള്ളതെന്ന്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും സന്തത സഹചാരിയും നിഴൽ പോലെ കൂടെ പോകുന്ന, ശ്രീരാമൻ്റെ പുറകെ സീതയെ പോലെ പോകുന്ന വസന്ത ചേച്ചിയെ ഞാൻ ഈ അവസരത്തിൽ, ഇത്രയും നേരം നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയില്ല. എനിക്ക് എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ 9 ഇയേഴ്സ് എൻ്റെ ജേർണി, ഈ ജേർണി ബ്ലഫറോസ് പാസത്തിനോടുള്ള ജേർണി നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പിക്ചർ കാണുമ്പം കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇതെല്ലാം വരച്ചെന്നുള്ള ഓർക്കുമ്പോൾ ഇന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യമേ നോക്കാവൂ. 2ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചില വശപ്പശകളൊക്കെ കാണും. അതുകൊണ്ട് ഒരു പ്രാവശ്യം നോക്കി എല്ലാവരും ആ കമൻറ്റ് ബുക്സിൽ ഒന്ന് എഴുതണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വലിയ നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളൊരു 36-37 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെയിൻറ്റിങ് ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് തുടങ്ങി. ഇപ്പം 37 വർഷമാകുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്ന അവസരത്തിൽ വാസന്തി ദാമോദരൻ നായർ, ഉഷ രാജഗോപാൽ അന്ന് 37 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കത്തിൽ അവർ നമ്മളോട് കൂടിയതാണ്. ഇന്നും അവർ സജീവമായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഘം, ഒരു ഒത്തുചേരൽ. വരയ്ക്കുക മാത്രമല്ല, ഭയങ്കരമായ മാനസികമായിട്ടുള്ള അടുപ്പവും സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കുന്നു, ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാവരുടെയും ദുഃഖം അവരുടെ ദുഃഖമാണ്, എല്ലാവരുടെയും സന്തോഷം അവരുടെ ദുഃഖമാണ്. അങ്ങനെ ചായ കുടിക്കുന്നു, തമാശകൾ പറയുന്നു. അതിൻ്റെ കൂടെയാണ് വരപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം.
വന്നവരാരും ഒരിക്കലും നമ്മളിൽ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും കാരണത്താൽ വരാൻ കഴിയാത്ത സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. 3 വർഷത്തിന് മുമ്പാണ് ഞാൻ ശാന്തി ആൻ്റെ അടുക്ക വരുന്നത്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്ന ഇങ്ങനെ ഒരു തുറന്നു പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു അടുപ്പം കാണിക്കാൻ മടിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ആദ്യം. പക്ഷേ എന്നാലും ഇപ്പം പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ വളരെ ബോൾഡായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കുറേയൊക്കെ വരയ്ക്കും. ഇവരെപ്പോലെ ഇത്രയൊക്കെ ഉള്ള രീതിയിലൊന്നും വലിയ വരപ്പുകാരൊന്നും അല്ല. പക്ഷേ സാറിൻ്റെ മുമ്പ് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് വലിയ അഭിമാനമുണ്ട്. സാർ എന്നെ സ്വീകരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ എന്നെയും കൂടി കൂട്ടണം എന്ന് പറഞ്ഞാണ് ശാന്തി വരുന്നത്. സത്യത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായ ഒരു ആർത്തി, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ദാഹം, ഇത് വരയ്ക്കുക എന്നുള്ള ഒരു വല്ലാത്ത ഒരു മനസ്സിനൊരു ആർത്തി എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങളോട് കൂടി വളരെ ലളിതമായിട്ട് ഞാൻ പലതും പറയും. നമ്മളൊന്നുമില്ല, നമുക്ക് നമ്മളുടെ ക്യാൻവാസ്, നമ്മളുടെ നിറങ്ങൾ, അത് ചീത്തയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ വരയ്ക്കാൻ സമയത്ത് നിങ്ങളൊരു 5 വയസ്സായ കുട്ടിയായി മാറുക. കുട്ടികൾ വരയ്ക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ കല. അതുപോലെ ഒരു കല ലോകത്ത് വേറെ ഒന്നുമില്ല. 5-6 വയസ്സായ കുട്ടികൾ വരയ്ക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധമായ കല. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ സമയത്ത് ഒരു കുട്ടിയെപ്പോലെ ചിന്തിക്കുക. കണ്ണ് അങ്ങനെയാണ്, മൂക്കിങ്ങനെയാണ്, കണ്ണ് അങ്ങോട്ട് പോയി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യുക. അതിൻ്റെ വരായികളും കോട്ടങ്ങളും ഒക്കെ പിന്നീട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് തുറന്ന് നമ്മൾ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം എന്നൊക്കെ ഞാനിന്ന് പറയായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് വളരെയേറെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇത് തന്നെ നിങ്ങൾ നോക്കൂ. ഇത് സത്യത്തിൽ ഒരു ഒന്നാമത് അവരുടെ ആ കണ്ണിൻ്റെ പ്രശ്നം. നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ആസ്വാസ്ഥ്യം ചെറുതാകട്ടെ വലുതായിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സത്യമാണ്. പക്ഷേ ഈ കണ്ണിൻ്റെ ഈ ആസ്വാസ്ഥ്യങ്ങളിരിക്കെ അപ്പം തന്നെ ഈ കണ്ണിൻ്റെ ഉള്ളപ്പോഴേനും നമ്മളെപ്പോഴും മനസ്സിങ്ങനെ വളരെ ഇങ്ങനെ എന്താ പറയുന്ന അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് നമ്മൾ വരയ്ക്കുക, ആത്മാർത്ഥമായിട്ട് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശാന്തി. കാരണം ഈ കണ്ണും വെച്ചും കൊണ്ട് വല്ലാത്ത രീതിയിൽ ഇത് വരയ്ക്കുമ്പോഴേക്കും അവർക്കത് വരയ്ക്കാൻ കഴിയുന്നു. അപ്പം കണ്ണിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, മറ്റൊന്നും അവരെ അലട്ടാതെ ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എന്നെ സത്യത്തിൽ ഇത് അത്ഭുതപ്പെടുത്തുന്നു. വേറൊരാൾ ചെയ്താൽ എനിക്കിങ്ങനെ അത്ഭുതം തോന്നത്തില്ല. ഇവരുടെ രീതി വെച്ചും അവരുടെ ശാരീരികമായിട്ടുള്ള മറ്റ് അസ്വസ്ഥങ്ങൾ വെച്ചും അവർക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് വെച്ചത് അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ രീതിയിൽ ഞാൻ ഇതിൻ്റെ ചില സ്വഭാവമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ പലപ്പോഴും എന്നെ കാണിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചിത്രങ്ങൾ ഇന്നലെ ഇവിടെ പ്രദർശനത്തിന് വെക്കുമ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി, സന്തോഷം തോന്നി, എനിക്ക് മടുപ്പ്, എന്തെന്നില്ലാത്ത ഒരു ആരാധന, മടുപ്പുമൊക്കെ തോന്നി ശാന്തിയുടെ ആ പ്രവൃത്തിയുടെ ഇതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഇതൊരു ചെമ്പരന്തിപ്പൂ അല്ലെങ്കിൽ റോസാപ്പൂ എന്നിട്ട് അയ്യോ ഇതെന്തൊരു ഭംഗി എന്ന് പറയുന്നതല്ല ചിത്രകലയുടെ ഭംഗി. അതിനൊരു നയന സംസ്കാരം. അങ്ങനെ ആ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ കൂടുതൽ നമ്മൾ കാണണം. കണ്ടുണ്ടാകുന്നതാണ് ഈ നയന സംസ്കാരം. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ കഥകളി ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതിൻ്റെ മുദ്രകളോ അതിൻ്റെ ഭാവനോ അഭിനയമോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അത് കണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ചിത്രകലയും നമുക്ക് കാണണം. എത്ര പേര് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രദർശനം തിരുവനന്തപുരത്ത് ഉണ്ടായാൽ പോയി കാണുന്നു. ഇപ്പോൾ സത്യത്തിൽ
ഈ ശാന്തിയുടെ സ്നേഹിയ ബന്ധുക്കൾ ഇവരുമായിട്ടുള്ള ഇതാണ്. അല്ലാതെ നമുക്കിങ്ങനെ ഒരു പ്രദർശനം തിരുവനന്തപുരത്ത് നടന്നാൽ വളരെ 95% പേരും അങ്ങനെ കാണാറില്ല. നമ്മളെ കേരളത്തിന് പുറത്ത് ബീഹാർ, ഒറീസ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. കുറേ ചുട്ട ചപ്പാത്തിയും ഉള്ളിയും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ധന്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അവരുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ആർട്ടിസ്റ്റന്മാർ വളരെ അന്തസ്സോടുകൂടി ജീവിക്കുന്നു. അവിടെ ചിത്രങ്ങൾ വെക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ വലിയ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിപ്പം കൂടിയ ഗ്യാലറികളുണ്ട്. ഇത്രയും വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ കൊണ്ട് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ളവരുടെ മനോഭാവം, ഞാൻ കഴിഞ്ഞ 65 വർഷമായി തുടർച്ചയായിട്ട് ചിത്രം വരയ്ക്കുകയും പ്രദർശനം നടത്തുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നവരുടെയും രീതിയൊക്കെ മനോഭാവങ്ങളൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാൻ കഴിയും. ഇവിടെ സ്കൂളിലെ ഡ്രോയിങ് മാസ്റ്റർക്കപ്പുറം ഒരു ചിത്രകലാ ലോകം സംസ്കാരമുള്ള എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ആൾക്കാർക്കില്ല. കല ഭയങ്കരമായിട്ട് ചിത്രകല വളരെ 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 വേഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ശാസ്ത്രത്തിനും സയൻസിനും പിന്നെ സാഹിത്യത്തിനുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളാരും പിടിച്ച് നിർത്താനൊക്കത്തില്ല. ചിത്രകല അതിനേക്കാളും വേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, പലരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എനിക്കിതിൽ കൂടുതൽ വേറൊരു ഉദാഹരണം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഈ സ്റ്റേജിൽ നിന്ന് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ വെച്ചൊരു ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഒരു ഒരു പ്രദർശനം, വലിയ കലാകാരന്മാർ, ലോകത്തിലുള്ള വലിയ കലാകാരന്മാർ പങ്കെടുക്കുന്ന, വളരെ പ്രഗത്ഭന്മാരെ പങ്കെടുക്കുന്ന ഇത് നടന്നു. അതിൽ ഏറ്റവും വലിയ കലാസൃഷ്ടിയായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള ഒരു എമൗണ്ടാണ് കിട്ടുന്നത്, തുകയാണ് കിട്ടുന്നത്. ആ പ്രദർശനത്തിൽ ഏറ്റവും നല്ല കലാസൃഷ്ടിയായിട്ട് തിരഞ്ഞെടുത്തത് ഒരു കാളയെ 3ആയിട്ട് മുറിച്ച് പ്രത്യേക കോമ്പോസിഷനിൽ കേടുകൂടാതെ ഒരു ഗ്ലാസ് കേസിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിനാണ് ആ വർഷത്തെ ഏറ്റവും വലിയ കലാസൃഷ്ടിയായിട്ട് തിരഞ്ഞെടുത്തത്. എങ്ങനെ നമുക്കിത് ആസ്വദിക്കാൻ കഴിയും? എങ്ങനെ നമുക്കിതിൻ്റെ അടുത്ത് പോയി നോക്കാൻ കഴിയും? യഥാർത്ഥ കാളയെ 3ആയിട്ട് മുറിച്ചിട്ട് അതൊരു പ്രത്യേക കോമ്പോസിഷൻ ആക്കി കേടുകൂടാത്ത ഗ്ലാസ് കേസിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു. കല അങ്ങനെ മാറി മറിയുകയാണ്. നമ്മളൊക്കെ പണ്ട് കാലത്ത് പഠിച്ചിട്ടുണ്ട്, ലളിതകലകളിൽ ഒന്നാണ് ചിത്രകല. ലളിതകലകളിൽ ഒന്നല്ല ഇന്ന് ചിത്രകല. ബുദ്ധിയുടെയും ഭാവനയുടെയും വലിയൊരു ലോകത്താണത് വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാതെ. പക്ഷേ നമ്മൾ ഈ കേരളത്തിലുള്ള ജനങ്ങൾ എത്ര പേര് ഇതൊക്കെ അറിയുന്നു, ഇത്ര മനസ്സിലാക്കുന്നു? അവരുടെ കുട്ടികളെപ്പോലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവരുടെ കുട്ടികളെ ആ രീതിയിലേക്ക് നയിക്കുന്നുണ്ടോ? ഒന്നൊന്നും എനിക്കറിയത്തില്ല. വല്ല പെയിൻറ്റിങ് കോമ്പറ്റീഷന് പോകുമ്പോൾ കുട്ടികളെ വല്ല പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ കൊണ്ടുപോകുന്നുള്ള അല്ലാതെ ഒരുതുമില്ല. ഒരുപാട് താല്പര്യമുള്ള കുട്ടികൾ പലപ്പോഴും ഈ രക്ഷകർത്താക്കളുടെ നിർബന്ധം കൊണ്ട് അത് നശിപ്പിക്കുകയും അല്ലെങ്കിൽ യാതൊരു താല്പര്യമില്ലാത്ത സബ്ജക്റ്റുകൾ എടുത്ത് അവരുടെ മനസ്സിനെയും അവരുടെ ശരീരത്തിനെയും ചിന്തയെയും അവരുടെ സർവ്വ ജീവിതത്തെയും നശിപ്പിക്കുന്ന ചിലതായിട്ട് മാറ്റുകയും ചെയ്യുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ 6-ാം മാസത്തിൽ ഡൽഹിയിൽ പോയി എൻ്റെ മകൻ പ്രധാനമന്ത്രിയാകുക എന്നാഗ്രഹിക്കുന്ന അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭയങ്കര സ്വാർത്ഥമായിട്ടുള്ള ചിന്തകളാണ്. അത് നമ്മളുടെ സമൂഹത്തിലെ നമ്മളെ കുട്ടികളെയൊക്കെ വല്ലാതെ ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് അർഹതയുള്ളവർ, ഇപ്പോൾ ഡോക്ടറാകാൻ അർഹതയുള്ളവർ മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സമൂഹത്തിന് വലിയ ശാപമാണ്, അയാൾക്ക് ശാപമാണ്, കുടുംബത്തിന് ശാപമാണ്, മൊത്തം ശാപമാണ്. ഞാൻ 1970 ജവഹർ ബാലഭവനിൽ 70 ജവഹർ ബാലഭവനിൽ എൻ്റെ അവിടെ വന്നിരുന്നത് ഇന്ന് എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാനൊന്നു. അപ്പോൾ ഞാൻ അന്ന് അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും പറയും എൻ്റെ മകൻ ഡോക്ടറാകണം, എൻ്റെ മകൻ എഞ്ചിനീയറാകും, അല്ലെങ്കിൽ നല്ല ചിത്രകാരനാകണോ ചിത്രകാരിയാകണം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ മോന് ഒരു നല്ല മനുഷ്യനാകണമെന്ന്. ഒറ്റ മനുഷ്യർ ഇതുവരെ എൻ്റെ മകത്തില്ല. അവൻ എന്തെല്ലാം കുറവാണ്, നല്ലൊരു മനുഷ്യനായാൽ മതി എന്നും ഒരു അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിട്ടില്ല.
അല്ലെങ്കിൽ ഡോക്ടറാകണം, അല്ലെങ്കിൽ ഇതാകണം, അതാകണം, ഇങ്ങനെ പെരുപ്പിച്ച് അങ്ങ് നമ്മളെ പ്രപഞ്ചം മുഴുകി കൊണ്ടെത്തിക്കുന്ന വലിയ സ്വാർത്ഥമായ ചിന്താഗതികളാണ് അവരുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലാണ് കല പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴും സ്കൂളിലെ ഡ്രോയിങ് മാസ്റ്ററുടെ ചിന്താഗതിയുമായിട്ടാണ് നടക്കുന്നത്. അത് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. കുറേ നാളിന് മുമ്പ് തുമ്പയിൽ എനിക്കറിയാവുന്ന വലിയ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹം വളരെ നാസായിലും അവിടെയൊക്കെ പോയി വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം നമ്മളെ വീട്ടിലൊരു വലിയ പട്ടിയുണ്ട്. അത് രാത്രിയാകുമ്പോൾ അഴിച്ചു വിടും. അപ്പം ഗേറ്റിൽ കിടന്ന് ഈ പട്ടി ഭയങ്കരമായിട്ട് അടിക്കുന്നു. നമ്മൾ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജനൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്കാണ് 2 പേര്, ഒരു 10-14 വയസ്സുള്ള 10-13 വയസ്സുള്ള ഒരു കുട്ടിയും ആയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക. അപ്പോൾ ഈ പട്ടിയെ അഴിച്ചു വിട്ടാൽ ഇനി അവനെ പിടിച്ച് കെട്ടുക എന്നുള്ള ഭയങ്കര സാഹസമാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി വളരെ ചെന്ന് സാഹസപ്പെട്ട് കഴിയുമ്പോഴത്തേക്കാണ് എനിക്കറിയാവുന്ന തുമ്പയിലെ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും മകളും കൂടെ. അപ്പോൾ ഞാൻ അകത്ത് വിളിച്ചിരുത്തി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതേ ഇതാണ്, പേര് പറയുന്നു, മകളുടെ പേര് പറയുന്നു, അവരെത്ര ക്ലാസ്സിൽ പഠിക്കുന്നു, ഇവിടെ നല്ലവണ്ണം വരയ്ക്കുന്നു. അപ്പം നാളെ ഒരു ഒരു മത്സരമുണ്ട്. അതിൽ മോള് പങ്കെടുക്കാൻ പോവുകയാണ്. അവൾ എന്താണ്, അവൾ എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നെന്നോട് ചോദിക്കുന്നു. സത്യത്തിൽ എനിക്കിതുപോലെ വേദന തോന്നിയ, അറപ്പ് തോന്നിയ, വെറുപ്പ് തോന്നിയ ഒരു രാത്രി എനിക്കുണ്ടായിട്ടില്ല. ഒരു രാത്രി വന്നിട്ട് കുട്ടിയും കൊണ്ട് വന്നിട്ട് പറയല്ലേ, ഇപ്പം നാളത്തേക്ക് ഇത് വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നത്, എങ്ങനെ വേണം വരയ്ക്കാൻ, എന്താണെന്നൊക്കെ പറയുക എന്നൊക്കെ പറയുന്നത് അതാരാ? ഭയങ്കര ശാസ്ത്രജ്ഞ ലോകത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെയാണ് ഈ കലയെ ലഘൂകരിച്ച് കാണുന്നത്. എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഓങ്ങ് വിഴുങ്ങുക എന്നുള്ളതാണ്. അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ 6-ാം മാസത്തിൽ ഡൽഹിയിൽ പോയി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകുക, അതാണ് അമ്മമാരുടെ ആഗ്രഹം. അപ്പോൾ ആഗ്രഹിക്കുന്നതിന് ഒരു സംശയമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇതാണ്. ഞാൻ ഈ ജവഹർ ബാലഭവനിൽ പണ്ട് അവിടെ കുറേ കാലം അവിടുത്തെ അധ്യാപകനായിരുന്നു, ആദ്യകാലത്ത് തുടക്കം. അപ്പോൾ ഒരമ്മ, ഇത് വലിയ ഹാളാണ്, ഒരമ്മ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എന്നെ കാണുമ്പോഴത്തേക്ക് പതുക്കെ അങ്ങോട്ട് മറിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അവർക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്താണ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ട്, അകത്ത് കയറി ഇരിക്കാമല്ലോ, ഒരുപാട് പേര് കുട്ടികളുടെ കൂടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അറച്ചറച്ച അമ്മ പറഞ്ഞത്, എൻ്റെ മകൾ ചിത്രം പഠിക്കാൻ വരാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ഇനി രവിവർമ്മയെ പോലെ കണ്ണും മൂക്കൊക്കെ വരയ്ക്കാൻ അവൾ ഇനി എത്ര നാൾ വരണം? സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അമ്മയെടുത്ത് അങ്ങ് താഴെ ഇടാനാണ്. ഇതാണ് ഭയങ്കര. അതായത് പ്രസവിച്ച് കഴിഞ്ഞ് 6-ാം മാസത്തിൽ പോയി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകാമെന്നുള്ള ഓരോ അമ്മമാർ ആഗ്രഹിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? അപ്പോൾ അങ്ങനെ ഉള്ള ആഗ്രഹങ്ങൾ ഇതുമായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലെ സമൂഹം ഈ ചിത്രകല ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ഭയങ്കരമായിട്ട് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ വളരെ ഇവിടുന്ന് നമുക്ക് ചിത്രം വരച്ച് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് കേരള മണ്ണിലില്ല. മദ്രാസിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ബാംഗ്ലൂരോ ഒക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ചിത്രം വരയ്ക്കുന്നവനക്ക് ഇതായിട്ട് ചിത്രം വരച്ച് വിറ്റ് മനോഹരമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയും. കേരള സമൂഹത്തിന് അതില്ല. അത് നമ്മളുടെ വിദ്യാഭ്യാസ രീതിയാണോ എന്താണോ? നമ്മളെല്ലാ കാര്യത്തിലും മുന്നിലാണ്. ആരോഗ്യകാര്യത്തിൽ മുന്നിലാണ്, വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നിലാണ്. നമ്മളിൽ മുന്നിലല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. എന്നിട്ട് പോലും നമ്മളുടെ ചിന്താഗതി ഇതാണ്. പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ ഇതിങ്ങനെ ആയിത്തീരുക, അല്ലെങ്കിൽ ആകുക, അല്ലെങ്കിൽ ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, അല്ലെങ്കിൽ ആരും എന്നോട് വന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ മകൻ ഒരു നല്ല ചിത്രകാരിയാകണം, മകൾ നല്ലോണം വരയ്ക്കും, ഒരു ചിത്രകാരിയാകണം, നല്ലൊരു ചിത്രകാരനാകണം എൻ്റെ മകൻ എന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഒന്നീ ഡോക്ടറാകണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം. അപ്പോൾ നമ്മളെ കേരളീയ സമൂഹം, കേരള വിദ്യാഭ്യാസമുള്ള ഇത്രയും വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു കേരളം ഇത്തരം കാര്യങ്ങളിൽ വളരെ 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 പുറകിലാണ്.
അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ചിത്രങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങിച്ച് വില കൊടുത്ത് ചുമ്മാ കിട്ടുന്നതല്ല, വില കൊടുത്ത് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക. കുറഞ്ഞ വിലയ്ക്കോ എന്തെങ്കിലും. അങ്ങനെ ഒരു സംസ്കാരം നമ്മളുടെ കേരളത്തിലില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ അങ്ങനെ വില കൊടുത്ത് ചിത്രങ്ങൾ വാങ്ങിച്ച്. കേരളത്തിന് പുറത്ത് ഒരുപാട് ആർട്ടിസ്റ്റന്മാർ വളരെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിത്രങ്ങൾ ഓരോ മാസവും വരയ്ക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കേരളത്തിന് പുറത്താണ്. ആർട്ടിസ്റ്റന്മാരൊക്കെ വളരെ അന്തസ്സോടുകൂടി സമൂഹത്തിൽ ഏറ്റവും അന്തസ്സോടുകൂടി ജീവിക്കുന്ന സ്റ്റേറ്റുകളിലുണ്ട്. പക്ഷേ കേരളത്തിലെ ചിത്രകാരൻ ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് വലിയ സംസ്കാരമുണ്ട്, നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ പഴയ ഡ്രോയിങ് മാസ്റ്റർ കാണുന്ന അതേ മനോഭാവത്തോട് കൂടിയിട്ടാണ് ചിത്രകാരന്മാരും ചിത്രങ്ങളെയൊക്കെ കാണുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നെനിക്കറിയത്തില്ല. കഴിഞ്ഞ 62 വർഷമായി നിരന്തരമായിട്ട് ചിത്രം വരയ്ക്കുകയും എക്സിബിഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന, അതിൽ മാത്രം തപസ് പോലെ കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ്. നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചെയ്യുന്നു. ഇപ്പം ആര് വന്ന് കാണുന്നു, ആര് വന്ന് വിലയ്ക്ക് വാങ്ങുന്നു എന്നൊന്നും നമ്മളുടെ പ്രശ്നമല്ല. ഇതിങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ, അത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയത്തില്ല. സത്യത്തിൽ ഇപ്പോൾ ശാന്തിയുടെ ഇങ്ങനെ പ്രദർശിച്ച് കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സന്തോഷം ഇദ്ദേഹത്തിന് വില കൊടുത്ത് അത് വാങ്ങിച്ച് കൊടുക്കാൻ കഴിയത്തില്ല. വിലമതിക്കാത്ത ഒന്നാണ് ആ സന്തോഷം എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. വളരെ തുറന്ന് പറയുക, കാര്യങ്ങളൊക്കെ വളരെ ബോൾഡായിട്ട് പറയുക. നമ്മുടെ ഒന്നും അങ്ങനെ മറച്ച് ഒഴിച്ചും ഒന്നുമല്ല, വളരെ ഫ്രീ ആയിട്ട് നമ്മളിവിടെ സംസാരിക്കുക. പിന്നെ ഇത്രയും ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ഒരു ആസ്വാസ്ഥ്യം, ഭയങ്കരമായിട്ടുള്ള ആസ്വാസ്ഥ്യം കൊണ്ടിട്ട് പോലും ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ സത്യത്തിൽ അഭിമാനിക്കുന്നു, വളരെയേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പിന്നെ നിങ്ങൾ എന്തായിരുന്നാലും ശരി, ഈ ചിത്രങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും വിലയ്ക്ക് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുക. ചുമ്മാ ആരെങ്കിലും തരുന്നുകൊണ്ട് വന്നതല്ല, എന്തെങ്കിലും ചിത്രങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കുക എന്നുള്ള ഒരു സംസ്കാരം കേരളത്തിലാണ് കുറവ്. കേരളത്തിന് പുറത്ത് ഏത് സ്റ്റേറ്റിൽ പോയാലും, ഞാൻ നേരത്തെ പറഞ്ഞ ബീഹാർ, ഒറീസ, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോയാലും ആർട്ടിസ്റ്റിന് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയും. കേരളത്തിൽ മാത്രം ഒരു ആർട്ടിസ്റ്റിന് പെയിൻറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു ഇത് നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസവും മറ്റൊക്കെ നമ്മൾ അവകാശപ്പെടുന്നാൽ ഇക്കാര്യത്തിൽ വളരെ പുറകിലാണ്. അപ്പോൾ എന്തായിരുന്നാലും ശാന്തിയുടെ ഈ എക്സിബിഷൻ എനിക്ക് അതിയായ സന്തോഷം. മറ്റാരെക്കാളും ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നു. ഇത്രയൊക്കെ ക്ഷമയോടുകൂടി ചെയ്യുക. പിന്നെ ഇദ്ദേഹം ഭയങ്കരമായിട്ടത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മകൻ അല്ലെങ്കിൽ മക്കൾ എല്ലാം നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്ന, അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ ഇദ്ദേഹം പറയുക, നീ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, നീ അടങ്ങി ഒടുങ്ങിയിരിക്കുക, ഇത് വെറുതെ എന്തെങ്കിലും വേസ്റ്റ് ആക്കുന്നത്, എത്ര പണമാണ് നീ ഇല്ലാതാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ആൾക്കാരുടെ ഹസ്ബൻഡും കുട്ടികളുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹനമാണ് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവർ കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുന്നതും അതുകൊണ്ടാണ്. എന്തായിരുന്നാലും വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെ ഒരു പ്രദർശനം നടത്താൻ തീരുമാനിച്ചതും ഇതിനെയൊക്കെ വളരെ സന്തോഷം. കാരണം ഒരുപാട് ആസ്വാസ്ഥ്യങ്ങൾ നിലനിൽക്കുന്നു, ഒരുപാട് ആസ്വാസ്ഥ്യങ്ങൾ. നമ്മൾ ഈ ആസ്വാസ്ഥ്യങ്ങളുള്ളപ്പോഴൊന്നും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ അതിനെ അതിജീവിച്ച് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹം എല്ലാം ഉണ്ട്. നന്ദി, നമസ്കാരം. എൻ്റെ ഒരു കഥ, എൻ്റെ ജനനം 1979. ഓക്കെ, അല്ല ഒന്നുമില്ല, എനിക്ക് അങ്ങനെ അധികം പറയുന്നൊന്നുമില്ല. അമ്മയുടെ ഈ വരകളാണ് അമ്മയുടെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ്. അതുകൊണ്ട് നിങ്ങൾ വന്നതും സപ്പോർട്ട് ചെയ്തതും ഈ ടൈം സ്പെൻഡ് ചെയ്തതാണ്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു us. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇത്രയും പേര് ഈ
എക്സിബിഷൻ കാണാനായിട്ട് എത്തിയതിൽ എല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങളുടെ അയൽക്കാരാണ്, ഞങ്ങളുടെ ബന്ധുക്കളാണ്, കുടുംബാംഗങ്ങളാണ്. വളരെ വളരെ സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ ദത്തൻ സാറ് വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഇത്രയും നേരം അദ്ദേഹം നമ്മളോട് ഒരു അഭിസംബോധന ചെയ്യാൻ പറ്റുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വസന്ത മാഡത്തിനും ഒരു വലിയ താങ്ക്സ് വന്നതിന്. അപ്പോൾ നമ്മളിപ്പം മീറ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പം സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ ഒരു ചെറിയ ചായ സ്നാക്സും ഉണ്ട്, അതും കൂടെ കഴിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ഈ പെയിൻറ്റിങ് ആർക്കെങ്കിലും കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയ ഒരു വില അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊരു വളരെ തുച്ഛമായൊരു വിലയാണ് വച്ചിരിക്കുന്നത്. അത് പിന്നെ വെച്ച് നിങ്ങൾ കൊണ്ടുപോകാം എന്ന് വെച്ച് യാതൊരു ഓബ്ലിഗേഷനും ഇല്ല എടുക്കണം എന്നുള്ളത്. ദത്തൻ സാർ പറഞ്ഞു ആർട്ട് നമ്മൾ വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളു. പക്ഷേ അതൊക്കെ ഇനിയിപ്പം കാലമെടുക്കും. ആൾക്കാർ ആർട്ട് വാങ്ങിച്ച് വീട്ടിൽ വെക്കാനൊക്കെ ടൈം എടുക്കും. പിന്നെ ചിലർക്ക് ആർക്കെങ്കിലും ആഗ്രഹം തോന്നുകയാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.